ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ ഒബ്സഷൻ. സംഭവം പടം ഞാൻ കണ്ടിട്ട് ഒരാഴ്ചയായി, പക്ഷേ കുറച്ച് പേഴ്സണൽ തിരക്കുകൾ കാരണം ഒരു വീഡിയോ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. എന്നിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ പടത്തിനെ പറ്റി ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ചത് ആ പടം എനിക്ക് തന്ന കിക്ക് കൊണ്ട് തന്നെയാണ്. തിയേറ്ററിൽ കണ്ടിട്ട് തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഇജാതി വണ്ടറടിച്ച് വാവ് ഫാക്ടർ അടിച്ച് കിള്ളി പോയ പോലെ ഇരുന്നൊരു പടം ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഹോളിവുഡിൽ നിന്ന്. അത്രക്കും സീറ്റ് എഡ്ജഡ് ആയിട്ട് ഭയങ്കര എന്താ പറയുക, എനിക്ക് ആ പടത്തിൻ്റെ ജോൺറെ ഹൊററാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ആ പടത്തിൻ്റെ പേര് തന്നെയാണ് അതിൻ്റെ ജോൺറെ, ഒബ്സഷൻ എന്നുള്ളത്. ലൈക്ക് നമ്മൾ ഒന്നിനോട് കൂടുതലായിട്ട് ഒബ്സസ്ഡ് ആയാൽ അതിലും ഹൊററായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇല്ല എന്നുള്ളൊരു തീം പിടിച്ചിട്ട് ആ പടം ചെയ്ത രീതി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്യുവർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആ പടം തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത്. ലൈക്ക് ഇപ്പോൾ അതിൻ്റെ ഡയറക്ടർ കം റൈറ്റർ ക്യൂറി ബാർക്കർ ആളെടുത്ത് വെച്ചിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, അമ്മൻജാതി പണി എന്ന് പറഞ്ഞാൽ അമ്മൻജാതി പണി. ഒരു രക്ഷയില്ലാതെ മേക്കിങ്. അത് കുറച്ചാളും വളരെ കുറച്ച് ആൾക്കാരും ഒരു ഒന്നോ രണ്ടോ മൂന്നോ ലൊക്കേഷനും മാത്രമേ ആ പടത്തിൽ ഓവറോൾ വരുന്നുള്ളൂ. പക്ഷെ ആ ഇത്ര പോലെ സ്ഥലത്ത് നിന്ന് അയാൾ എടുത്തു വെച്ചിട്ടുള്ള പരിപാടി വരുന്നത് ഒരു രക്ഷയില്ല. അതിപ്പം സിനിമാറ്റോഗ്രാഫി ആയാലും പടത്തിൻ്റെ ഗ്രേഡിങ്ങും എഡിറ്റിംഗ് ഒക്കെ വന്ന രീതി ആയാലും വൻ പൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡയറക്ടറിൻ്റെ ഒപ്പം തന്നെ എടുത്ത് വെക്കേണ്ട ഒരു പേര് എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടറുടെ പേരാണ്. പെർഫോമൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇതിൽ മെയിൽ ക്യാരക്ടറായിട്ട് ലീഡർ റോളിൽ വന്നിട്ടുള്ളത് മൈക്കിൾ ജോൺസൺ എന്ന് പറയുന്ന ഒരാളും ഫീമെയിൽ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത് ഇൻഡെ നെവരറ്റെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീമെയിൽ ആക്ട്രസും. അയ്യോ, ആ ലേഡീൻ്റെ അയ്യോ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ പടത്തിനെ ഷോൾഡർ ചെയ്തൊരു സാധനം. അവരുടെ പെർഫോമൻസ്, അത് ഈ ചെക്കൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും അതിൽ ആ ലേഡി ക്യാരക്ടർ ചെയ്ത അവർ ഈ പടത്തിന് കൊടുത്ത ലൈഫ്, അവരുടെ പെർഫോമൻസ് കൊണ്ട് കൊടുത്ത ലൈഫ് അന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം. കിട്ടില്ല പെർഫോമൻസ് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ അടുത്ത് കണ്ടതിൽ. ഹോളിവുഡ് പടങ്ങൾ ഇപ്പോൾ കുറച്ചായി തിയേറ്ററിൽ പോയി കണ്ടിട്ട്. പക്ഷേ ഒബ്സഷൻ കണ്ടിട്ട് ഞാൻ ഇത്രയും ലേറ്റായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതിൽ ആ പടം ഇപ്പോൾ OTT വന്നു ബട്ട് സ്റ്റിൽ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ നിയർ ബൈ തിയേറ്ററിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങളത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. 3/4% ആൾക്കാരും ഓൾറെഡി പടം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒബ്സഷൻ ഒരു പൊളി അനുഭവമായിരുന്നു. ഓക്കെ, താങ്ക് യു.